ശാരീരികവും മാനസികവുമായ ശുദ്ധിയിലേക്കുള്ളൊരു യാത്ര നാം ഇന്ന് ആരംഭിക്കുകയാണ്. മഴയുടെ കുളിരിലും കാലാവസ്ഥയുടെ കനത്തിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കേണ്ട സമയമാണിത്. ആയതിനാൽ കർക്കിടക മാസത്തിൽ ആയുർവേദം അനുശാസിക്കുന്ന ചികിത്സകൾക്കും ജീവിതചര്യകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ആയുർവേദത്തിന്റെ ആഴമുള്ള പാരമ്പര്യത്തെ പിൻചെന്നുകൊണ്ട് ശരീരത്തെ നവീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഈ ഒരു കർക്കിടക ചികിത്സ വലിയൊരു അവസരമാണ് നൽകുന്നത്. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനാൽ വളരെയധികം രോഗങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. ആയതിനാൽ ഈ മാസത്തിൽ നാം അനുവർത്തിക്കേണ്ട ചികിത്സകൾ ഏതൊക്കെ, ജീവിതചര്യകൾ ഏതൊക്കെ എന്നതിനുള്ള വലിയൊരു ഉത്തരമാണ് അമല ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഈ ഒരു പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ നൽകുന്നത്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആയുർ സ്വാസ്ഥ്യം എന്നൊരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ പ്രശോഭിച്ചു നിൽക്കുന്ന അമല എന്ന ഈ ബൃഹത്തായ സ്ഥാപനത്തിൽ 3 സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഉണ്ടെന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു മുഖ്യ സവിശേഷതയാണ്. അലോപ്പതിയും ആയുർവേദവും ഹോമിയോയും ഒരു കൊടക്കീഴിൽ ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള സവിശേഷതയാണ്. പത്മഭൂഷൺ ഫാദർ ഗബ്രിയേൽ ചിറമേൽ CMI അച്ഛനാണ് ഈ അമല ആശുപത്രി ആരംഭിക്കുന്നത്. അദ്ദേഹം ഇതൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് 1978 അമല ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 1982 ഈ ക്യാമ്പസിൽ പത്മഭൂഷൺ ഗബ്രിയേൽ അച്ഛൻ ആയുർവേദ വിഭാഗവും ആരംഭിച്ചു. CCRISൻ്റെ ഫണ്ടോടുകൂടി അന്ന് ലഭിച്ച ക്യാൻസറും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ട് ആണ് ഇവിടെ ആയുർവേദ വിഭാഗം ആരംഭിക്കുന്നത്. 1981 അന്നത്തെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന B. ശങ്കരാനന്ദാണ് ഈ ഹോസ്പിറ്റലിന് തറക്കല്ലിട്ടത്. 1983 മാർച്ച് 19 അന്നത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ K. കരുണാകരനാണ് ഈ ആയുർവേദ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് സേവനത്തിനായിട്ട് സമർപ്പിച്ചത്. കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് നമ്മോടൊപ്പം കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി നമ്മോടൊത്തായിരിക്കുന്നത് അമല ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ സിസ്റ്റർ ഓസ്റ്റിൻ ആണ്. സിസ്റ്റർ ഏറ്റവും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കർക്കിടക കഞ്ഞിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് വിശദീകരിക്കാമോ? കർക്കിടക മാസത്തിൽ നമ്മുടെ ദഹനശക്തി ഏറെ കുറയുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. അതായത് ത്രിദോഷങ്ങൾക്ക് സമാവസ്ഥയ്ക്ക് അസന്തുലിതാവസ്ഥ സംഭവിക്കുന്നു. അതായത് ബാലൻസ് നഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പം ആയതിനാൽ തന്നെ ശരീരബലവും രോഗപ്രതിരോധ ശക്തിയും ഏറെ ക്ഷയിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കർക്കിടക കഞ്ഞി പ്രതിദിനം 7 മുതൽ 14 ദിവസമോ കർക്കിടക മാസം മുഴുവനുമോ നമ്മൾ കഞ്ഞിയായിട്ട് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നു. സിസ്റ്റർ, കർക്കിടക കഞ്ഞിയുടെ ചേരുവകളെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ. കർക്കിടക കഞ്ഞിൽ ധാരാളം ഔഷധക്കൂട്ടുകൾ ചേർന്നതാണ് കർക്കിടക കഞ്ഞി. ആദ്യമേ തന്നെ ഈ ഔഷധങ്ങളാണ് ഇതിൽ ചേരുന്നത്. ഇതിന് പ്രധാനമായിട്ടും അരികളുണ്ട്. കുടകപ്പാലരി, വിഴാലരി, ചെറുപുന്നയരി, ഉലുവ, കൊത്തമ്പാലരി, ആശാളി മുതലായ മരുന്നുകളും ഔഷധങ്ങളും, അതോടൊപ്പം തന്നെ അമുക്കുരം, കുറുന്തോട്ടി, പാൽവെണ്ണിക്കിഴങ്ങ് ഇവയെല്ലാം ചേർത്ത് പൊടിച്ച് ഒരു പൗഡറാക്കി നമ്മൾ വെക്കുന്നു. ഈ പൗഡർ ഒരു രോഗിക്ക് 10 ഗ്രാം പൗഡർ എടുത്ത് അത് 1.5 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 1 ലിറ്ററാക്കി വറ്റിച്ച് ആ കഷായത്തിലാണ് 50 ഗ്രാം നവര എടുത്ത് കഞ്ഞി വെക്കുന്നത്. പാകമായി കഴിയുമ്പോൾ ഒരു നാളികേരം ചിരണ്ടി അതിൻ്റെ പാൽ അതിനകത്ത് ചേർത്തുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് പാകത്തിന് ഇന്ദുപ്പും ചേർത്ത് നെയ്യ് താളിച്ചൊഴിച്ചാണ് ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇത് രാത്രിയിലാണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്.
ഓക്കെ സിസ്റ്റർ, ഈ കർക്കിടക കഞ്ഞിയുടെ പ്രയോജനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കർക്കിടക കഞ്ഞി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വർഷകാലത്തിൽ, അതായത് കർക്കിടക മാസം വർഷ ഋതുവിലാണ് വരുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ശരീരബലവും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് കർക്കിടക കഞ്ഞി കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ ടോക്സിൻസ്, അതായത് വിഷാംശങ്ങളെ ഏറെ പുറത്തു കളയാനായിട്ട് ഈ കഞ്ഞി കുടിക്കൽ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കുകയും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും വാതരോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് കർക്കിടക കഞ്ഞിക്ക് നല്ലൊരു സ്വാധീനവുമുണ്ട്. കാരണം കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് പ്രബലപ്പെടുന്നത് വാതരോഗങ്ങളാണ്. സന്ധിവേദന, മറ്റ് പല വിധത്തിലുള്ള വാദസംബന്ധമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ രോഗങ്ങളെ ശമിപ്പിക്കാനും ഈ കർക്കിടക കഞ്ഞി ഏറെ സഹായിക്കും. ഈ ഹോസ്പിറ്റലിൻ്റെ പ്രധാനമായിട്ടുള്ള സവിശേഷത, ഈ ഹോസ്പിറ്റലിന് സ്വന്തമായിട്ടൊരു ആയുർവേദ പ്രിപ്പറേഷൻ യൂണിറ്റ് നമുക്കുണ്ട്. 1987 ഏറ്റവും ശുദ്ധിയുള്ള അല്ലെങ്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ വളരെ മിതമായ നിരക്കിൽ രോഗികൾക്ക് കൊടുക്കുവാനായിട്ടാണ് 87 ഇവിടെ ആയുർവേദ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്, ഈ ഹോസ്പിറ്റലിന് ഒരു അലങ്കാരമായിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ഹെർബൽ ഗാർഡൻ. 1984 മുതൽ തന്നെ നമ്മളിവിടുത്തെ മെഡിസിനൽ തോട്ടത്തിൽ ചെടികൾ, വളരെ 500ഓളം സ്പീഷ്യസ് ചെടികൾ നമ്മളിപ്പോൾ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. നാഷണൽ മെഡിസിൻ പ്ലാൻ ബോർഡിൻ്റെയും സ്റ്റേറ്റ് മെഡിസിൻ പ്ലാൻ ബോർഡിൻ്റെയും ഫണ്ടോടുകൂടിയാണ് നമ്മൾ ഈ തോട്ടമൊക്കെ പരിപാലിക്കുന്നത്. അമല ആയുർവേദ ആശുപത്രിയുടെ ഗ്രീൻ ഹൗസിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ചുറ്റും ഔഷധ ചെടികളാണ്. കർക്കിടക കഞ്ഞിയെക്കുറിച്ച് നമ്മൾ കേട്ടു. കർക്കിടക കഞ്ഞിയോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പത്തിലത്തോരനും. പത്തിലത്തോരനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി അമല ആയുർവേദ ആശുപത്രിയിലെ പഞ്ചകർമ്മ സൂപ്രണ്ട് ഡോക്ടർ ഫെമി പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നുണ്ട്. മാഡം, പത്തിലത്തോരൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മോടൊന്ന് പറയാമോ? ഔഷധക്കഞ്ഞി, മരുന്നുണ്ട ഇവ പോലെ തന്നെ കർക്കിടക മാസത്തിൽ വിശേഷാൽ കഴിച്ചു പോരുന്ന ഒന്നാണ് പത്തിലത്തോരൻ. അനേകം അസുഖങ്ങൾക്ക്, പ്രത്യേകിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് പത്തിലത്തോരൻ വളരെ ഉത്തമമാണ്. പത്തിലത്തോരൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ശരീരത്തിന് ഊർജം അഥവാ ബലം പ്രദാനം ചെയ്യാനും സഹായിക്കുന്നു. മലബന്ധം ഇല്ലാതാക്കുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നു. കുടലിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇവ സഹായിക്കുന്നതാണ്. ഇനി പത്തിലകൾ എന്തൊക്കെയെന്ന് നോക്കാം. മത്തനില, ചേനയില, ചേമ്പില, കുമ്പളയില, കാട്ടുതാള്, മുള്ളൻ ചീര, പയറില, തകര, കൊടിത്തൂവ, തഴുതാമ. ഈ ഇലകളുടെ തണ്ടും തളിരിലകളുമാണ് തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവ ഒന്നിച്ചോ അത് ഓരോന്നായിട്ടോ തോരൻ വെച്ച് മരുന്ന് കഞ്ഞിയോടൊപ്പം കർക്കിടക മാസത്തിൽ കഴിക്കുന്നതാണ് ഉത്തമം. ഇനി പത്തിലകളുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ധാരാളം വൈറ്റമിൻസ് റിച്ച് ആണ്. വൈറ്റമിൻ എ, ബി ആൻഡ് സി, മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ ഇവ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആയതിനാൽ ഇത് ആന്തരിക അവയവങ്ങൾക്കും ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങൾക്കും വളരെ ഉത്തമമാണ്. പത്തിലകൾ വൈറ്റമിൻ സി റിച്ച് ആയതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ധാരാളം ഗുഡ് ഡയറ്ററി ഫൈബേഴ്സ്, നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മഴക്കാലത്ത് നമുക്കറിയാം ശരീരത്തിൻ്റെ ബലം ഭയങ്കര കുറവാണ്. ആ സമയത്ത് അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് മരുന്ന് കഞ്ഞിയും പത്തിലത്തോരനും പോയിട്ടുള്ള ലൈറ്റ് ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ബലത്തിനെ ആർജിച്ച് വീണ്ടും എടുക്കാനുള്ളൊരു കാര്യമാണ് നമുക്കതിലൂടെ ലഭിക്കുന്നത്. ഓർമ്മിക്കുക, ആഹാരം ഔഷധമായിരിക്കട്ടെ, ഔഷധം ആഹാരമായിരിക്കട്ടെ. എല്ലാ വർഷവും അമല ആയുർവേദ ആശുപത്രിയുടെ ഒരു പ്രത്യേകതയാണ് പ്രത്യേകമായിട്ട് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി തയ്യാറാക്കി നൽകുക എന്നുള്ളത്. നിരവധി വർഷങ്ങളായിട്ട് ഞാൻ ഈ അമല ആയുർവേദ ആശുപത്രിയിൽ നിന്നും ഈ കർക്കിടക കഞ്ഞി കുടിക്കാറുണ്ട്. ഈ കഞ്ഞി കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹന ശേഷി വർദ്ധിപ്പിക്കുകയും
കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കർക്കിടക കഞ്ഞി കർക്കിടക മാസത്തിൽ എല്ലാ വർഷവും തുടർച്ചയായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. വയറിൻ്റെ അസ്വസ്ഥതകൾ ഒരു വർഷത്തേക്ക് ഒന്നും തന്നെ ഞാൻ അനുഭവിക്കാറില്ല. പ്രായം ഒരു 50-നോടടുത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന തണുപ്പിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശക്തമായി കുറയാനും ദഹനത്തെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് വയറിന് വളരെ സൗഖ്യം തരാനും മൊത്തത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനും എന്നെ അത് നന്നായി സഹായിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കർക്കിടക ചികിത്സയെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും നമ്മളോട് കൂടുതൽ സംസാരിക്കുന്നതിനായി അമല ആയുർവേദ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ജയദീപ് നമ്മോടൊത്തായിരിക്കുന്നു. സാർ, കർക്കിടക ചികിത്സ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ, അതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാതിരുന്നാൽ അത് ഒരുപക്ഷെ രോഗമായി മാറാം. അങ്ങനെയാണ് ഭൂരിപക്ഷം രോഗങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ നമ്മുടെ കർക്കിടക ചികിത്സയിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിച്ച് ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നുണ്ട്. കർക്കിടക ചികിത്സയിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളി ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. നമുക്ക് സാധാരണ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ ആരോഗ്യം നമ്മൾ ആലോചിക്കുന്നത് നമുക്കൊരു രോഗം വന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നതും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് കർക്കിടക ചികിത്സ. ഏതൊക്കെ തരം കർക്കിടക ചികിത്സകളാണ് നമുക്കുള്ളത്? കർക്കിടക ചികിത്സ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അതായത് ഒരു തരം അസുഖവും ഇല്ലാത്ത ഒരാൾക്ക് ചെയ്യുന്ന ഒരു കർക്കിടക ചികിത്സയും എന്തെങ്കിലും അസുഖം ഉള്ള ഒരാൾക്ക് ചെയ്യുന്ന കർക്കിടക ചികിത്സയും. അങ്ങനെ രണ്ട് തരമായിട്ട് കർക്കിടക ചികിത്സയെ നമ്മൾ കാണേണ്ടതാണ്. കാരണം ഒരു അസുഖമുള്ള ഒരാളുടെ കർക്കിടക ചികിത്സ അയാൾക്കുണ്ടായ അസുഖങ്ങളെ കൂട്ടാതെ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകാതെ വേണം നമ്മൾ ചികിത്സിക്കാൻ. മറ്റേത് സാധാരണ ഒരു അസുഖമുള്ള ഇല്ലാത്ത ഒരാൾക്ക് അയാളുടെ ശരീരബലം കൂട്ടുവാനുള്ള ചികിത്സയാണ് നമ്മൾ സാധാരണ കർക്കിടക ചികിത്സയായിട്ട് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് തരം ചികിത്സയായിട്ട് തന്നെ ഇതിനെ നമ്മൾ കാണേണ്ടതാണ്. സാധാരണ കർക്കിടക ചികിത്സയിൽ നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നമ്മൾ സ്നേഹപ്രയോഗങ്ങളൊക്കെ നടത്തി ഈ ദോഷങ്ങളെ നമ്മൾ ഈ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് കളയുന്നതാണ്. ഈ ദോഷങ്ങളെന്ന് വെച്ചാൽ ശരീരത്തിൽ ആയുർവേദത്തിൽ വാതം, പിത്തം, കഫം ഇങ്ങനെ 3 ദോഷങ്ങളാണ് ഉള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ആയുർവേദത്തിൽ അതിനെ പില്ലേഴ്സ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ പില്ലേഴ്സ് ആവാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എലിമെൻറ്റ്സ് ആവാം. അപ്പോൾ ഇത് നോർമലായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മളുടെ ആരോഗ്യം. ഇതിലെന്തെങ്കിലും ഒരെണ്ണം കൂടുകയോ അല്ലെങ്കിൽ ഒരെണ്ണം കുറയുകയോ ചെയ്താൽ അത് ആരോഗ്യമല്ല, അത് രോഗമാണ്. പക്ഷെ നമ്മുടെ ആയുർവേദത്തിൽ കർക്കിടക ചികിത്സ കൊണ്ട് നമ്മൾ ഈ 3 ദോഷങ്ങളെയും അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ മാറ്റി അതിനെ സമാവസ്ഥയിൽ സ്റ്റേബിളായിട്ട് നിർത്തുന്നതാണ് കർക്കിടക ചികിത്സ. കർക്കിടക മാസത്തിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? കർക്കിടക മാസത്തിൽ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തണുപ്പ് കൂടുതലായിരിക്കും, മഴയാണ് കൂടുതൽ, വെയിലിൻ്റെ ശക്തി കുറവായിരിക്കും. അപ്പോൾ സാധാരണ ഈ നമ്മുടെ വാദം, പിത്തം, കഫം എന്നുള്ളതിൽ വാദവും കഫവും ഈ കർക്കിടക മാസത്തിൽ കൂടും എന്തായാലും. അതുകൊണ്ടാണ് നമുക്ക് വാദം കൂടുമ്പോൾ ശരീരവേദനയും കോച്ചിവലിയും മുട്ടുവേദന, നടുവേദന ഇതൊക്കെ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ വാദം കൂടും. അതുപോലെ തന്നെ ഉള്ളതാണ് കഫവും. ഈ കഫം കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ജലദോഷം, പനി, ചുമ, നീരുവീഴ്ച ഇതൊക്കെ നമുക്ക് ശരീരത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ 2 ദോഷങ്ങൾ നമുക്ക് ഈ മാസത്തിൽ കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് പിത്തം എന്നുള്ള ദോഷമാണ്. ഈ പിത്തം നമുക്ക് ഈ കർക്കിടക മാസത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. ഈ പിത്തം കുറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് കുറയും, ഡൈജസ്റ്റീവ് ജ്യൂസ് കുറയും. അപ്പോൾ ആഹാര പചനം വേണ്ട വിധത്തിൽ നടക്കുകയില്ല.
അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിൽ പെട്ടെന്ന് ശരീരം അപ്സെറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. വയറൊക്കെ പെട്ടെന്ന് അപ്സെറ്റ്, അതുകൊണ്ടാണ് ഛർദി വയറിളക്കമൊക്കെ പെട്ടെന്ന് ഈ കർക്കിടക മാസത്തിൽ വരുന്നത്. അങ്ങനെ 3 ദോഷങ്ങളും ദുഷിക്കുന്ന ഒരു കാലമാണ് കർക്കിടക മാസം. സാറിപ്പോ പറഞ്ഞല്ലോ വാദം, പിത്തം, കഫം. എന്താണ് ഈ രോഗങ്ങൾ? ഇവ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നത്? വാദം, പിത്തം, കഫം എന്ന് പറയുന്നത് നമ്മളൊരു ആയുർവേദത്തിൽ ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബോഡിയിൽ 3 എലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങളെയാണ് നമ്മൾ വാദം, പിത്തം, കഫം എന്ന് പറയുന്നത്. ഇതിനൊരു എനർജി സോഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ഒരു എനർജിയാണ്. ഈ എനർജിയാണ് വാദം, പിത്തം, കഫം. 3 തരമാണ്. വാദത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, പിത്തത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, കഫത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ വാദം വർദ്ധിച്ചാൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് എന്താണ് വാദം എന്ന് നമ്മൾ ആയുർവേദത്തിൽ കണ്ടുപിടിക്കുന്നത്. അതുപോലെ പിത്തം കൂടിയാൽ പിത്തത്തിന് കൂടിയാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളുണ്ടാവും. അത് ഏതൊരു ബോഡിയിലും അത് തന്നെയാണ് വരിക. കഫം കൂടിയാൽ കഫം ഏതൊരു മനുഷ്യനിലും അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ആയുർവേദം ഇത്ര കാലമായിട്ടും ഇവിടെ ഇപ്പോൾ അലോപ്പതിയൊക്കെ ഇത്രയും പ്രചാരത്തിൽ ഉണ്ടായിട്ടും ആയുർവേദം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും എല്ലാവരുടെ ബോഡിയിലും ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ വാദം കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇത് ഒരു എന്താ ഓട്ടോമാറ്റിക് ലോക്കോമോട്ടീവ് ഫോഴ്സാണ്. അത് നമ്മൾ നടക്കുക, ഇരിക്കുക, നമ്മുടെ ചലനങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വാദത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. പിത്തം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. ഡൈജസ്റ്റീവ് ജ്യൂസസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആഹാരത്തിൽ വന്ന് നമ്മുടെ അന്നനാളത്തിൽ വന്നിട്ട് ദഹിക്കുന്നു. അത് പിന്നെ ബ്ലഡിലേക്ക് വന്ന് നമുക്ക് നല്ല ശക്തിയൊക്കെ കിട്ടുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പിത്തം എന്ന് ഉദ്ദേശിക്കുന്നത്. കഫം എന്ന് പറഞ്ഞാൽ അതിനൊരു സ്റ്റേബിൾ നമ്മുടെ ബോഡീന് നമ്മളുടെ ഒരു ഇപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല തടിയുണ്ട്, നമുക്ക് അതിനൊരു സ്റ്റേബിൾ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിനെ നിർത്തുന്നതാണ് കഫം. ഈ 3 എണ്ണമാണ് നമ്മുടെ ബോഡീനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇതിൽ കഫം വാദം കൂടിയാൽ നമുക്ക് എന്താ സംഭവിക്കുക? വാദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ലോക്കോമോട്ടീവ് ഫോഴ്സാണ്. നമുക്ക് നടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ സന്ധി, നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ സന്ധികളാണല്ലോ നമ്മൾ ബോഡി മൂവ് ചെയ്യണത്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ചിരിക്കുന്നു, നടക്കുന്നു, ഇതൊക്കെ വാദത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇപ്പോൾ വാദത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ വാദം കൂടിയാലും വാദം കുറഞ്ഞാലും പ്രശ്നങ്ങളുണ്ടാവും. വാദം കൂടിയാൽ നമുക്ക് ശരീരം മടക്കാൻ, നമുക്ക് മുട്ടുമടക്കാൻ പ്രയാസം ഉണ്ടാവും, ഇരുന്നെണീക്കാൻ പ്രയാസങ്ങളുണ്ടാവും, കൈ പൊക്കാൻ പ്രയാസങ്ങളുണ്ടാവും, പിന്നെ കാലിൻ്റെ മടമ്പിൽ വേദന ഉണ്ടാവും. ഇതൊക്കെ വാദം. പിന്നെ പോച്ചി വലിക്കലുണ്ടാവും, മസിൽ കയറലുണ്ടാവും, ചില ആൾക്കാരുടെ കാലുകളൊക്കെ ഇങ്ങനെ അതൊക്കെ നമുക്ക് ഈ വാദത്തിൽ പെടുന്നതാണ്. അപ്പോൾ വാദം കുറഞ്ഞാലും വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും. വാദം കുറഞ്ഞാലും നമുക്ക് വളരെയധികം ആയാസപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്കങ്ങനെ സ്പീഡിൽ നടക്കാനോ ഒന്നും കഴിയില്ല. പിന്നെയുള്ളത് പിത്തം കൂടിയാൽ നമുക്ക് ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിയായ ആഗിരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ഭജിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരില്ല. അപ്പോൾ അതും ഒരു പിത്തത്തിന്, അതുകൊണ്ട് എന്താ പറ്റുക, നമുക്കുള്ള ഒരു ബോഡിയുടെ ഒരു സ്ട്രെങ്ത്ത് കുറഞ്ഞു പോകും. കഫം എന്ന് പറയുന്ന അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കുള്ള നമ്മുടെ ബോഡി സ്ട്രക്ചറിനെ ഇങ്ങനെ നിർത്തുന്ന ഒരു ബോഡി എലിമെൻ്റാണ്. അത് കൂടിയാലാണ് നമുക്ക് തലവേദന, ചുമ, പനി, അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നത്. അതുപോലെ നമുക്ക് ആ കഫം കൂടിയാലും നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ശരീരത്തിൽ നമുക്ക് അത്ര ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല, ഇരുന്നെണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതൊക്കെ കഫം കൂടിയാലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വാദവും കഫവും കൂടിയിട്ടാണ്. സാർ, അപ്പോൾ ഈ 3 രോഗങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ചികിത്സകളാണ് ചെയ്യാനായിട്ട് സാധിക്കുക? ആദ്യമായിട്ട് വാദം വർദ്ധിച്ചാൽ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാദം വർദ്ധിച്ചാൽ നമുക്ക് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് നടുവേദന, മുട്ടുവേദന, അങ്ങനെയുള്ള ജോയിൻസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ആ രോഗീനെ നമ്മൾ അഭ്യംഗം ചെയ്യുകയാണ് ആദ്യത്തെ പടി. അതായത് ശരീരത്തിൽ നന്നായിട്ട് തൈലം പുരട്ടി നന്നായിട്ട് ഒഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു സ്റ്റീം ബാത്ത് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യും. സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീം ചേമ്പറിൽ ഈ തൈലം പുരട്ടിയ രോഗീനെ നമ്മൾ ഇരുത്തിയിട്ട് ശരീരം മുഴുവനായിട്ട് വേർപ്പിക്കും. അതിനുശേഷം അവരുടെ കണ്ടീഷൻ നോക്കി പലതരം കിഴികൾ അവരിൽ ഉപയോഗിക്കും. അതായത് ചൂർണ്ണക്കിഴി, നാരങ്ങാക്കിഴി, ഇലക്കിഴി, അങ്ങനെ പലതരം കിഴികളുണ്ട്. ഈ കിഴികളുടെ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാ ബോഡിയിലെ എല്ലാ പാർട്ടിലും നമ്മൾ ഒരുപോലെ അതിനെ നമ്മൾ ചൂട് പിടിക്കും. അതിനുശേഷം നമ്മൾ വയറിളക്കാനുള്ള മരുന്നുകൾ കൊടുക്കും. അതായത് ശോധന വരുത്താനുള്ള മരുന്നുകൾ അവർക്ക് കൊടുക്കും. അതിനുശേഷം നമ്മൾ ഒരുപക്ഷെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അവർക്ക് ഇലക്കിഴികളോ അല്ലെങ്കിൽ ഞവരക്കിഴി അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ നമ്മൾ പ്രയോഗിക്കും. അപ്പോൾ ഈ പ്രയോഗങ്ങൾ കൊണ്ട് തന്നെ അവരുടെ വാദം
ശമിക്കുകയും അവർ കൂടുതൽ അവർക്ക് നന്നായിട്ട് മൂവ് ചെയ്യാനും പറ്റും. അവരുടെ വേദനകൾ നന്നായിട്ട്, വേദനയാണല്ലോ വാദം കൂടിയാൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ വേദന ശമിപ്പിക്കാനാണ് നമ്മൾ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവർക്ക് രസായന പ്രയോഗങ്ങൾ കൊടുക്കും. നമ്മൾ രസായനം എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ ശക്തിപ്പെടുത്താനുള്ള, അതിനിപ്പോൾ ചവനപ്രാശം കൊടുക്കാറുണ്ട്, അമൃതപ്രാശം, നാരസിംഹ രസായനം, അങ്ങനെ പലവിധ ലേഹ്യങ്ങളുണ്ട്. അതുകൂടാതെ തന്നെ അരിഷ്ടങ്ങൾ, അശ്വഗന്ധ അരിഷ്ടം, ബലാരിഷ്ടം, ധന്വന്തരാരിഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രസായന പ്രയോഗങ്ങളും നമ്മൾ അതിന് ശേഷം ആ രോഗിക്ക് കൊടുക്കും. ഈ കഫം കൂടിയാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മുടെ അപ്പർ ബോഡി പാർട്സിലാണ്. അതായത് ശ്വാസം മുട്ട്, ചുമ, അല്ലെങ്കിൽ ജലദോഷം, തലവേദന, ഇതൊക്കെയാണ് കഫം കൂടിയാൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ ആദ്യപടിയായിട്ട് തൈലം പുരട്ടി എല്ലാവരെയും നമ്മൾ വേർപ്പിക്കും. അതിനുശേഷം മൂക്കിൽ നമ്മൾ മരുന്നുകൾ ഒറ്റിക്കുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. നസ്യം എന്നാണ് നമ്മളതിനെ സാധാരണ വിശേഷിപ്പിക്കാറ്. ആ നസ്യപ്രയോഗങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശിരസിലും ഈ അതായത് നമ്മുടെ ചെസ്റ്റിലുമുള്ള എല്ലാ കഫങ്ങളെയും നമുക്ക് അതിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റും, അതിനെ പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരുപക്ഷെ വമനം എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അതായത് ചില മരുന്നുകൾ കൊടുത്ത് അവരെ ഛർദ്ദിപ്പിച്ച് ആ കഫത്തിനെ പുറത്ത് കളയുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ വമനം എന്ന് പറയുന്നത്. ആ വമനത്തിലൂടെ നമുക്ക് കഫമുള്ളത് മുഴുവനായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് പുറത്തു കളയാൻ പറ്റും. ആ വമന പ്രക്രിയ കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഞവരക്കിഴിയോ ഇലക്കിഴിയോ ഒക്കെ ചെയ്ത് അവരെ ശരീരത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി രസായന പ്രയോഗങ്ങളായ ചവനപ്രാശം, നാരസിംഹ രസായനം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അവരുടെ ശരീരത്തിനെ കുറച്ചും കൂടെ പുഷ്ടിപ്പെടുത്തിയാണ് നമ്മൾ വിടുന്നത്. പിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു ആൾക്ക് അസുഖം ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ അവർക്ക് ശരീരബലം കുറയുക എന്നാണ് അതുകൊണ്ട് കാണുന്നത്. അതായത് ഇമ്മ്യൂണിറ്റി വല്ലാണ്ട് കുറഞ്ഞു പോകും പിത്തം കുറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കൂടുതലായിട്ട് നമ്മൾ ശിരോധാര എന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയുണ്ട്. അത് നമ്മൾ സാധാരണ ഈ ശിരസിൽ ഒരു തൈലങ്ങൾ ചൂടാക്കി നമ്മൾ ഒരേ ധാരയായിട്ട് ഒഴിക്കുന്ന ഒരു പ്രക്രിയയാണ് ശിരോധാര എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ വയറിലെ പിത്തത്തിനെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്തി പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. അത് നമ്മളുടെ വയറ്റിലുള്ള പ്രശ്നങ്ങൾ, അതായത് പിത്തത്തിനെ നോർമലൈസ് ചെയ്യാനുള്ള ഒരുതരം ചികിത്സാ രീതിയാണ് ആയുർവേദത്തിൽ. ആ രണ്ട് പ്രക്രിയ, അതുപോലെ തന്നെ വയറിളക്കുന്ന ചികിത്സയും നമ്മൾ വിരേചന ഔഷധങ്ങൾ കൊടുത്ത് വയറിളക്കുന്ന ചികിത്സയും പിത്തത്തിനെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുന്ന ചികിത്സ, അതായത് ഞവരക്കിഴി, ധാര, അങ്ങനെ പിഴിച്ചിൽ, ഇതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യും. അത് ശരീരം പുഷ്ടിപ്പെടുത്തുക, ഏതൊരു ചികിത്സയുടെയും അവസാനം ശരീരത്തിനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ള ചികിത്സയും കൂടെ ഉണ്ടാകും. പക്ഷേ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവർക്കും എല്ലാ ചികിത്സയും ചെയ്യുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ രോഗിക്ക് എന്തൊക്കെ ചികിത്സ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. സർ, കർക്കിടക മാസത്തിൽ ശരീരബലം കുറയുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശരീരബലം കുറയുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ വർഷകാലത്ത് സൂര്യൻ സാധാരണ കാർമേഘങ്ങളിൽ മറഞ്ഞിരിക്കും. അതായത് വെയിലിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. അതേസമയം മഴയായിരിക്കും കൂടുതൽ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം വളരെ തണുത്ത ഒരു അന്തരീക്ഷമായിരിക്കും. ഈ തണുത്ത അന്തരീക്ഷത്തിൽ എപ്പോഴും നമ്മളുടെ രോഗാണുക്കൾ പെരുകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ജലജന്യ രോഗങ്ങളും കൂടുതലായിരിക്കും. വെള്ളത്തിലൂടെ പകരുന്ന അനവധി രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. കൊതുക് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഈ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്. ഈ കാലാവസ്ഥ ആയതുകൊണ്ട്, തണുപ്പ് കൂടുതലായതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നേരത്തെ പറഞ്ഞ വാദം, പിത്തം, കഫം, ഈ 3 ദോഷങ്ങളും നേരത്തെ പറഞ്ഞല്ലോ പ്രശ്നങ്ങളായിരിക്കും. അത് നേരെ നിൽക്കില്ല എലിമെൻറ്റ്സ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരിക്കുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ആണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായി പചിക്കുകയില്ല, ശരിയായി ദഹനം നടക്കില്ല. ഈ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ശരിയായ ബലം കിട്ടില്ല. ബലം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പ്രതിരോധ ശക്തി കുറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇമ്മ്യൂണിറ്റി കുറഞ്ഞു പോകും. നമ്മൾ ഈ ശരിക്കുള്ള ഡൈജഷൻ നടത്തി നമ്മുടെ ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് വരണം ശരിക്ക്. പക്ഷേ പിത്തം കുറഞ്ഞതുകൊണ്ട് ശരിക്കുള്ള ഡൈജഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിൽ നമുക്ക് ആ ന്യൂട്രിയൻസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കും.
അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ വെറുതെ ഒരു മഴ പെയ്താൽ പോലും നമുക്ക് അസുഖങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റടിച്ചാൽ അപ്പോൾ തന്നെ നമ്മൾ അസുഖമായിട്ട് ആശുപത്രിയിൽ പോകേണ്ടി വരുന്നതൊക്കെ ഇങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ്. ഈ രോഗപ്രതിരോധ ശേഷി കുറയാനുള്ള പ്രധാന കാരണം ഭക്ഷണം ശരിയായി ദഹിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ബോഡിയിൽ വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് ഇത്ര പ്രാധാന്യം വരുന്നതും. അത് ശരിയാക്കാതെ അതായത് ദഹന പ്രക്രിയ ശരിയാക്കാതെ നമുക്ക് ബലം കിട്ടില്ല. അപ്പോൾ ദഹന പ്രക്രിയ ശരിയാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കർക്കിടക ചികിത്സ. അതുകൊണ്ടാണ് കർക്കിടക ചികിത്സയ്ക്ക് ഇത്ര പ്രാധാന്യം എല്ലാവരും ചെയ്യണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ടാണ്. കാരണം അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ അസുഖങ്ങൾ കൂടുന്ന കർക്കിടകത്തിലാണ്. ഇപ്പോൾ പലരും നമ്മുടെ മരണനിരക്കുകളിൽ നോക്കിയാൽ ഈ കർക്കിടക മാസത്തിലാണ് വയസ്സായി കിടപ്പിലായ രോഗികളൊക്കെ ഒരു പക്ഷേ പലവിധ ന്യൂമോണിയ ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് മരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ കർക്കിടകത്തിലാണ് കൂടുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുകയാണ് അതിന് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പിത്തം കുറഞ്ഞ് നമ്മുടെ ഡൈജഷൻ ശരിയായി നടക്കാത്തത് കൊണ്ടാണ്. രണ്ടായിരത്തി 2005 ഇതിന് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ചു. 2005 തന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന് GMP സർട്ടിഫിക്കറ്റ് ലഭിച്ചു. 2009 25 വർഷത്തെ ആ ഓർമ്മ നിലനിർത്തിക്കൊണ്ട് ഇവിടെ പുതിയ ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആ വർഷം തന്നെ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പാരാമെഡിക്കൽ ഗവൺമെൻറ് അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്തു. 2009 കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗ്രീൻ ലീഫ് അക്രഡിറ്റേഷൻ നമുക്ക് ലഭിച്ചു. 2011 ഒലിവ് ലീഫ് സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചു. 2022 നമുക്ക് ആയുർ ഡയമണ്ട് സർട്ടിഫിക്കേഷൻ ലഭിച്ചു. കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ആയുർവേദ മേഖലയ്ക്ക് നൽകുന്ന 3 ക്ലാസിഫിക്കേഷനാണ് ആയുർ സിൽവർ, ആയുർ ഗോൾഡ്, ആയുർ ഡയമണ്ട്. അതിൽ നിന്ന് ഹയസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഈ ഹോസ്പിറ്റലിൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ എത്രമാത്രം ക്വാളിറ്റി സർവീസ് ഈ ഹോസ്പിറ്റൽ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2012 ആദ്യമായിട്ട് ഈ ക്യാമ്പസിൽ ആയുർവേദ ആശുപത്രിയാണ് NABH സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ NABH സർട്ടിഫിക്കേഷൻ ഈ ക്യാമ്പസിൽ ലഭിക്കുന്ന ആദ്യത്തെ സ്ഥാപനമാണ് അമല ആയുർവേദ ആശുപത്രി. ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുമ്പോൾ 4 സൈക്കിള് നമ്മൾ ഇതിനോടകം അസസ്മെൻറ്റ് ഓഡിറ്റ് കഴിഞ്ഞു. അതൊക്കെ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഈ ഹോസ്പിറ്റലിൽ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. ഇവിടെ വരുന്ന രോഗികൾ പറയുന്ന ഒരു നല്ലൊരു വാർത്തയാണ്, നല്ലൊരു ആംബിയൻസ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ കോഡിയലാണ്, ലവിങ് ആണ്. അതോടൊപ്പം തന്നെ അവർക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയത്. അവർ പല അസുഖങ്ങളായിട്ട് വന്നവരൊക്കെ സുഖം പ്രാപിച്ചു പോകുന്ന കാഴ്ചയാണ്. അതിൻ്റെ പിന്നിലുള്ള വിജയരഹസ്യം ഈ ഹോസ്പിറ്റലിലെ വളരെ മികച്ച ഡോക്ടേഴ്സിൻ്റെ സേവനം, അതോടൊപ്പം തന്നെ പരിചയസമ്പന്നരായിട്ടുള്ള തെറാപ്പിസ്റ്റ്, മറ്റ് വളരെ ഡെഡിക്കേറ്റഡായിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ്, മറ്റ് അസോസിയേറ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുടെയൊക്കെ കൂട്ടായിട്ടുള്ള പ്രയത്നം, ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു കുടുംബാന്തരീക്ഷമാണ് ഈ ആയുർവേദ ആശുപത്രിയിലുള്ളത്. ഇവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ ഒരു കുടുംബത്തിലെന്ന പോലെ വളരെയേറെ സാഹോദര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് ഇവിടെയുള്ള രോഗികളെയൊക്കെ പരിചരിക്കുന്നത്. ഹലോ, എൻ്റെ പേര് സൈമൺ ഫ്രാൻസിസ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ബാംഗ്ലൂരാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലാസ്റ്റ് 20 years ഞാൻ US സെറ്റിൽഡാണ്. എല്ലാ കൊല്ലം നാട്ടിലേക്ക് വരുമ്പോൾ യൂഷ്വലി പേരൻസിനെ കാണുക, ഫ്രണ്ട്സ് അടിച്ചു പൊളിച്ച് പെട്ടെന്ന് തിരിച്ചു പോവുക. ഇപ്രാവശ്യം ഐ വോണ്ടഡ് ടു ഡു സംതിങ് ഡിഫറെൻറ്റ്, ഫോക്കസ് ഓൺ മൈസെൽഫ്. അപ്പോൾ ഒരു റീജുവനേഷൻ, സ്ട്രെസ് മാനേജ്മെൻറ്റ് ത്രൂ ആയുർവേദ, അതായിരുന്നു എൻ്റെ ഒരു ഡിസിഷൻ. അപ്പോൾ അമല ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു. വിളിച്ചപ്പോൾ തന്നെ ഫ്രണ്ട് ഓഫീസ് വാസ് റിയലി ഗ്രേറ്റ്. അപ്പോൾ തന്നെ എനിക്ക് സിസ്റ്റർ ഓസ്റ്റിനായിട്ടൊരു ഫോൺ കൺസൾട്ടേഷൻ, പെട്ടെന്ന് ഒരു 10-15 minutes തന്നെ ബുക്കിംഗ് എല്ലാം റെഡിയായി. ഇറ്റ് വാസ് ഓൾ സെറ്റ്. 5 ദിവസം മുമ്പ് തിങ്കളാഴ്ചയാണ് ഞാനിവിടെ വന്നത്. ഇൻടേക്ക് വാസ് ഓൾസോ വെരി സ്മൂത്ത്. സിസ്റ്റർ ഓസ്റ്റിന് ഇൻ പേഴ്സൺ കൺസൾട്ടേഷൻ കണ്ടു, ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്തു. വിതിൻ 2 hours ഐ വാസ് ദെയർ ഓൺ ദ ടേബിൾ ഫോർ എ ട്രീറ്റ്മെൻറ്റ്. ഇവിടുത്തെ തെറപ്പിസ്റ്റ് പ്രഭാകരൻ പിന്നെ ബൈജു, വെരി എക്സ്പീരിയൻസ്ഡ് ഗൈസ്. ദേ നോ വാട്ട് ദേ ഡൂയിങ്. പ്ലസ്
വളരെ എന്താ പറയുക കെയറിങ്ങും അഫെക്ഷനേറ്റ് ആയിരുന്നു. ഐ തിങ്ക് ഐ എം ഡൂയിങ് റിയലി വെൽ. ഇനി ഒരു 5 ദിവസം കൂടി ഉണ്ട്. I think I should really do really well, and I think it's a really good decision for me. I want to thank Amala Ayurvedic Hospital for doctors, nurses, hospital staff, housekeeping ellarum for setting up a really good experience for me. Whoever is going to look for a very authentic Ayurvedic treatment, I want to really recommend Amala Ayurvedic Hospital. Thank you. ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത് അമല ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ രോഹിത് ആണ്. സാർ, എന്താണ് നമ്മുടെ കർക്കിടക മാസത്തിലെ ജീവിതചര്യ എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ജീവിതചര്യ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ദൈനംദിന ശീലങ്ങൾ, ആഹാര രീതി, ഉറക്കക്രമം, അതുപോലെ തന്നെ മാനസിക നില, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ജീവിതചര്യ എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിൽ ഈ ജീവിതചര്യയിൽ കൂടുതൽ പ്രാധാന്യം ആരോഗ്യ സംരക്ഷണത്തിന് തന്നെയാണ്. മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ നമ്മൾക്കറിയാവുന്ന പോലെ കാലാവസ്ഥയിൽ വളരെയധികം മാറ്റം സംഭവിക്കുന്നുണ്ട്. വേനൽക്കാലത്തിന് ശേഷം മഴക്കാലം വരുന്ന സമയത്ത് പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ പോലെ തന്നെ മനുഷ്യ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു. മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശക്തി കുറയുന്നു, അതോടൊപ്പം തന്നെ ദഹനശക്തി കുറയുന്നു. ഇതിനെല്ലാം കൂടെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അതിയായ മഴയുണ്ട്, തണുപ്പുണ്ട്. അപ്പോൾ വാതസംബന്ധമായ രോഗങ്ങളെല്ലാം തന്നെ പ്രകടമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ വാതസംബന്ധങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് കാണുന്ന ലക്ഷണങ്ങളെല്ലാം വളരെ അധികമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് കൈകാലുകൾക്കുണ്ടാകുന്ന തരിപ്പ്, സന്ധികളുണ്ടാകുന്ന വേദന, പിന്നെ ശരീരത്തിന് ഭയങ്കര ക്ഷീണം, ഇതൊക്കെ തന്നെ കൂടുതൽ പ്രകടമാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം. പണ്ട് കാലത്ത് പാടത്തും അതുപോലെ തന്നെ പറമ്പിലും ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ പണ്ട് കർക്കിടകത്തിനെ പഞ്ഞമാസം എന്നും അതുപോലെ തന്നെ ദുർഘട പിടിച്ച കാലം എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ കാലഘട്ടങ്ങളിൽ പണ്ടത്തെ ആൾക്കാർ ജോലിയില്ല. കർക്കിടക മാസം വരുന്ന സമയത്ത് അതിയായ മഴയാണ്, ആൾക്കാർക്ക് ജോലിയില്ല. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇവർ കൂടുതൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ആചരിച്ചു പോകുന്ന പല ചര്യകളും അവർ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും ഇത്രയും കാലം പോയ വർഷക്കാലത്ത് കൂടുതൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടായ രോഗങ്ങളെയെല്ലാം ശമിപ്പിക്കുന്നതിനാണ് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഈ കർക്കിടക മാസത്തിൽ എണ്ണ തേച്ചു കുളിയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എണ്ണ തേച്ചു കുളി എന്നുള്ളത് ഒരു സാധാരണ ഉള്ള വ്യക്തിക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ചികിത്സാ രീതിയാണ്. എണ്ണ തേച്ചു കുളീനെ ആയുർവേദത്തിൽ അഭ്യംഗം എന്നുകൂടിയും വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു രോഗത്തിന് പൊതുവെ ഈ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ശരീരത്തിൽ രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിക്കുന്നു, രക്തചംക്രമണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തണുപ്പിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നു. പിന്നെ ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നു, സന്ധികളിലുണ്ടാകുന്ന വേദനകൾക്ക് ശമനം വരുന്നു. അതോടൊപ്പം തന്നെ പേശികൾക്കും നാഡികൾക്കും പിന്നെ സന്ധികൾക്കെല്ലാം തന്നെ ബലം കൂടിയും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ചര്യ, അതായത് എണ്ണ തേച്ച് കുളി എന്നുള്ളത് പണ്ട് കാലം മുതലേ ആൾക്കാർ ശീലിച്ചു വന്നിരുന്നൊരു കാര്യമാണ്. എണ്ണ തേച്ച് കുളിക്കുന്നതിനായിട്ട് പലപ്പോഴും നമ്മൾ ധന്വന്തരം തൈലമോ അല്ലെങ്കിൽ ക്ഷീരബല തൈലം മുതലായവയൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരാറുള്ളത്. പക്ഷേ ചില അസുഖങ്ങളുള്ള ആൾക്കാർ അവർക്ക് ചിലപ്പോൾ ആ അസുഖത്തിന് അനുസൃതമായിട്ടുള്ള ഒരു തൈലം വേണ്ടി വരും ആ എണ്ണ തേച്ച് കുളിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. അതിന് രോഗികളെല്ലാവരും ഒരു അംഗീകൃതമായിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ സമീപിച്ച് ആ രോഗത്തിന് അനുസൃതമായിട്ടുള്ള ഒരു തൈലം വേണം ആ അവസ്ഥകളിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിനായിട്ട് ഉപയോഗിക്കേണ്ടത്. എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം എണ്ണ തേച്ച് നിന്ന് അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത്. എവിടെയെങ്കിലും ഏതെങ്കിലും സന്ധികളിലോ അല്ലെങ്കിൽ പേശികളിലോ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആവണക്കലയോ അല്ലെങ്കിൽ പുളിയില മുതലായവ ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് വെച്ച് നമ്മൾ അവിടെ ആവി ഏൽപ്പിക്കാനും പറയാറുണ്ട്. സാർ, അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദഹനശക്തി നല്ല രീതിയിൽ ഒരു വ്യക്തിയിൽ കുറയുകയാണ്. ദഹനശക്തി കുറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ആ സമയത്ത് വളരെ കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹാർഡായിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹെവി ആയിട്ടുള്ള ഭക്ഷണം, ഹാർഡല്ല ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ അവിടെ ദഹന
ശക്തി ആവശ്യത്തിനില്ല, കഴിക്കുന്ന ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ, ഈ കർക്കിടക മാസങ്ങളിൽ നമ്മൾ ശീലിക്കേണ്ടത് വളരെ ലഘുവായിട്ടുള്ളത്, പെട്ടെന്ന് ദഹിക്കുന്ന ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതും ചൂടോടുകൂടി തന്നെ സേവിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഒരിക്കലും പഴകിയ ആഹാരങ്ങൾ ഈ കാലഘട്ടത്തിൽ, കർക്കിടക മാസം മാത്രമല്ല പൊതുവേ നമ്മൾ പഴകിയ ആഹാരങ്ങൾ, പിന്നെ നമ്മുടെ കേരളീയർക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ് ഫ്രിഡ്ജിൽ വെച്ച് തലേന്ന് വെച്ച ഭക്ഷണം പിറ്റേന്ന് എടുത്ത് അത് ചൂടാക്കി കഴിക്കുന്നു. അതൊന്നും ഒരു കാരണവശാലും നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം. പിന്നെ അമിതമായിട്ട് കൊഴുപ്പടങ്ങിയത്, അധികം എണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്നത്, കൂടുതലായിട്ട് മസാല, അതുപോലെ ഉപ്പ്, പുളി എന്നിവ അടങ്ങിയ ആഹാരങ്ങളും നമ്മൾ കുറയ്ക്കേണ്ടതാണ്. അതിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കേണ്ടതാണ്. പിന്നെ പറയുകയാണെങ്കിൽ തൈര് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു തണുത്ത വിഭവമാണ്. പക്ഷേ തൈര് ഈ പറയുന്ന കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പറയാറില്ല. തൈരിനെ കാച്ചിയ മോരാക്കിയിട്ട് ഉപയോഗിക്കാൻ പറയാറുണ്ട്. കാച്ചിയ മോര് അല്ലെങ്കിൽ പിന്നെ മുക്കുടി എന്ന് പറയുന്ന ഒരു പ്രയോഗം ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. മുക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുത്തങ്ങ, അതുപോലെ തന്നെ പുളിയാറില, അങ്ങനത്തെ ചില മരുന്നുകളൊക്കെ ഇട്ട് അത് ജീരകം, പിന്നെ മഞ്ഞപ്പൊടി ഇവയെല്ലാം ഇട്ട് താളിച്ചിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് മുക്കുടി എന്ന് പറയുന്നത്. മുക്കുടി പലപ്പോഴും ദഹനശക്തി കൂട്ടുവാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ മന്ദീഭവിച്ചിരിക്കുന്ന ആ ഒരു ദഹനശക്തിയെ കുറച്ചുകൂടി നന്നാക്കാനായിട്ട് ഇതുപോലത്തെയുള്ള വിഭവങ്ങൾ നല്ല രീതിയിൽ സഹായിക്കും. ഇലക്കറികൾ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അത് പത്തില തോരൻ അങ്ങനെയൊക്കെ ആയിട്ട് പല പ്രിപ്പറേഷൻസ് തന്നെ ആയുർവേദ ശാസ്ത്രത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പറയുന്നുണ്ട്. കർക്കിടക കഞ്ഞി നമുക്ക് ഉപയോഗിക്കാം. കർക്കിടക കഞ്ഞി എല്ലാം തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനശക്തി നന്നായി വീണ്ടെടുക്കുക, എളുപ്പത്തിൽ ദഹിക്കുന്നതാക്കുക എന്ന് തന്നെയാണ്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം വളരെയധികം ക്ഷയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. നമുക്ക് രോഗപ്രതിരോധ ശക്തി ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പൊതുജനത്തിനൊക്കെ അറിയാവുന്നതാണ്, ഈ മഴക്കാലം വരുമ്പോൾ മഴക്കാല രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് പടർന്നു പിടിക്കാൻ സാധ്യതയില്ല. ചിക്കൻ ഗുനിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെങ്കു ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെയധികമായിട്ട് പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ അവിടെ വീടും പരിസരവും എല്ലാം തന്നെ ശുചിത്വം അവിടെ ശ്രദ്ധ ഭയങ്കരമായിട്ട് കൊടുക്കേണ്ടതുണ്ട്. അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക. പകലുറക്കം, അതുപോലെ തന്നെ രാത്രി വൈകിട്ടുള്ള ഉറക്കം, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും മാറ്റണം എന്ന് തന്നെയാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. പിന്നീട് നമ്മൾ എടുത്ത് പറയുമ്പോൾ അതിയായിട്ട് സ്ട്രെയിൻ വരുന്ന കാര്യങ്ങൾ, ആയാസം കൂടുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലത്തെ ജോലികളെല്ലാം തന്നെ നമ്മൾ ഉപേക്ഷിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ വ്യായാമം ചെയ്യുന്നതൊക്കെ ശരിയാണോ? വ്യായാമശീലം നല്ലതാണോ? വ്യായാമം തീർച്ചയായിട്ടും നമ്മൾ ശീലിക്കണം. അത് കർക്കിടക മാസമാണ് എന്ന് കരുതിയിട്ട് ഒരിക്കലും വ്യായാമം നിർത്തേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആയാസം കൊടുക്കാതെ ലഘുവായിട്ടുള്ള വ്യായാമം നമ്മൾ ശീലമാക്കുക. അതിൽ നമുക്ക് പ്രാണായാമം, അതുപോലെ തന്നെ യോഗയിൽ പറയുന്ന സൂര്യ നമസ്കാരം മുതലായവയൊക്കെ നമുക്ക് ശീലിക്കാവുന്നതാണ്. പിന്നെ കൂടുതൽ മെഡിറ്റേഷൻ, നമുക്കൊരു മെൻ്റൽ സ്ട്രെസ്സൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ മുതലായ പ്രക്രിയകളെല്ലാം തന്നെ നമുക്ക് ആചരിക്കാവുന്നതാണ്. ആയുർവേദ ആശുപത്രി CGHS എംപാനൽഡാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ CGHS എംപാനൽഡായത്. അതുവഴിയായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ജീവനക്കാർക്കും പെൻഷനേഴ്സിനും അവരുടെ ആശ്രിതർക്കും ഈ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ സ്വീകരിക്കുന്നതാണ്. ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെൻറ്റ് 2 സ്കീമുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അമല ആയുർവേദ ആശുപത്രിയുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്റ്റാഫുകളും ഇവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നു. ഇപ്പോൾ നമ്മൾ ESIC, അതോടൊപ്പം തന്നെ ECHS പട്ടാളക്കാരുടെ ജീവനക്കാർക്ക്, അതോടൊപ്പം തന്നെ അവരുടെ പെൻഷനേഴ്സിനുള്ള സ്കീമും അതിൻ്റെ MOUയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥാപക പിതാവ് പകർന്നു നൽകിയ വളരെ റിസർച്ച് ഓറിയൻറ്റഡായിട്ടുള്ള ആ വിഷൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അമല ഇന്ന് പ്രവർത്തിക്കുന്നത്. ഒപ്പം ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ, ശരീരം, മനസ്സ്, ആത്മാവ്, ഇതിനെ സംയോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ സംരക്ഷണമാണ് അമല എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കർക്കിടക മാസത്തിൽ അനുഷ്ഠിച്ചു പോരേണ്ട ജീവിതചര്യകളും ചികിത്സകളെയും കുറിച്ചാണ് അമല ആയുർവേദത്തിലെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു നൽകിയത്. പൊതുസമൂഹത്തിന് ഒത്തിരി ഉപകാരപ്രദമായ ആരോഗ്യ ചിന്തകളാണ് ഇന്ന് നാം പങ്കുവച്ചത്. ആയുർ സ്വാസ്ഥ്യം എന്ന ഈ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു കർക്കിടകവും ആരോഗ്യമുള്ള ജീവിതവും സ്നേഹത്തോടെ നേരുന്നു. നന്ദി.